ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കെപ്പോഴും സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. വീട് എപ്പോഴും വൃത്തിയായിരിക്കണം. വസ്ത്രങ്ങൾ കബോർഡിൽ കൃത്യമായി മടക്കിവെക്കണം. ഓരോ സാധനത്തിനും അതിന്റേതായ ഒരിടമുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, അല്ലെങ്കിൽ ഇതൊരു തരം അസുഖമാണോ എന്ന്. എന്നാൽ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. ഇത് അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്നാണ്. എന്തിനാണ് ചിലർ ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കുന്നത്? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? നമുക്ക് വിശദമായി നോക്കാം. 1. നിയന്ത്രണബോധം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നാളെ എന്ത് സംഭവിക്കും? ജോലിയിൽ എന്ത് മാറ്റമുണ്ടാകും? മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറും എന്നതൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഈയൊരു അനിശ്ചിതത്വം പലപ്പോഴും ഉള്ളിൽ ചെറിയൊരു ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാക്കാം. എന്നാൽ നമ്മുടെ വീടിന്റെ ഉള്ളിലെ കാര്യം അങ്ങനെയല്ല. അവിടെയുള്ള സാധനങ്ങൾ എവിടെ വെക്കണം, എങ്ങനെ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരു മുറി വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അലമാര അടുക്കി വെക്കുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ ലഭിക്കുന്നു. എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലാണ് എന്നൊരു തോന്നൽ ഉപബോധ മനസ്സിലുണ്ടാക്കാൻ ഇത് സഹായിക്കും. പുറം ലോകത്തെ അരാജകത്വത്തിൽ നിന്ന് മാറി നമ്മുടെ സ്വന്തം ഇടം ക്രമീകരിക്കുന്നതുവഴി നമുക്ക് വലിയൊരാശ്വാസം ലഭിക്കുന്നു. 2. മെന്റൽ ക്ലാരിറ്റി. നമ്മുടെ ചുറ്റുമുള്ള സ്ഥലം അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെയായിരിക്കും. സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിരിക്കുന്ന ഒരിടത്തിരുന്നുകൊണ്ട് നമുക്കൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച്, ചുറ്റുമുള്ള സാധനങ്ങൾ കൃത്യമായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്ന സന്ദേശങ്ങൾ കുറവായിരിക്കും. ഇത് ചിന്തകൾക്ക് വ്യക്തത നൽകുന്നു. ഒരു ഗസ്റ്റ് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? വീട് വൃത്തികേടായി കിടക്കുന്നത് മറ്റുള്ളവർ കാണുമെന്ന പേടിയാണത്. എന്നാൽ എപ്പോഴും അടുക്കിവെക്കുന്നവർക്ക് ഇത്തരം ടെൻഷനുകളില്ല. അവർക്ക് എപ്പോഴും ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. 3. സ്ട്രെസ് റിഡക്ഷൻ. ഗവേഷണങ്ങൾ പറയുന്നത് അലങ്കോലമായ ചുറ്റുപാടുകൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കും എന്നാണ്. സാധനങ്ങൾ എവിടെയാണെന്ന് തെരഞ്ഞു നടക്കുന്നത് തന്നെ വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. കാറിന്റെ കീ എവിടെ വെച്ചു? പ്രധാനപ്പെട്ട ഫയലുകൾ എവിടെ പോയി? ഇത്തരം ചോദ്യങ്ങൾ നിത്യവും ചോദിക്കേണ്ടി വരുന്നത് സ്ട്രെസ് കൂട്ടും. എന്നാൽ ഓരോ സാധനത്തിനും കൃത്യമായ ഒരിടം നൽകുന്നവർക്ക് ഈ ബുദ്ധിമുട്ടില്ല. അവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താം. ഇത് മനസ്സമാധാനം നൽകുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. 4. തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്. വൃത്തിയാക്കൽ എന്നത് വെറുമൊരു ശാരീരിക അധ്വാനമല്ല, അതൊരു തീരുമാനമെടുക്കൽ പ്രക്രിയ കൂടിയാണ്. ഒരു സാധനം കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെനിക്ക് ആവശ്യമുണ്ടോ? ഇതിവിടെ വെക്കണോ അതോ കളയണോ എന്ന്. ഇങ്ങനെ നിരന്തരം തീരുമാനങ്ങൾ എടുക്കുന്നതുവഴി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ വർദ്ധിക്കുന്നു. പലർക്കും സാധനങ്ങൾ കളയാൻ മടിയാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി അവർ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിവെക്കും. ഇത് സത്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി കുറവായതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ എപ്പോഴും അടുക്കി പെറുക്കി വെക്കുന്നവർക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരിക്കും. 5. പുതിയ തുടക്കങ്ങൾ. നമ്മൾ ഒരു മുറി വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ഡോപ്പമൈൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനമാണ്. വൃത്തിയുള്ള ഒരിടം ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. പഴയതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളെ ഒഴിവാക്കി പുതിയതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഓർഗനൈസ്ഡായ ഒരു സ്പേസ് നമുക്ക് പുതിയ ആശയങ്ങൾ തോന്നാനും കൂടുതൽ ക്രിയേറ്റീവ് ആവാനും പ്രചോദനം നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലാരെങ്കിലും എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കളിയാക്കണ്ട. അവർ സത്യത്തിൽ അവരുടെ മനസ്സിനെയാണ് പാകപ്പെടുത്തുന്നത്. വീട് വൃത്തിയാക്കുന്നത് മനസ്സ് വൃത്തിയാക്കുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാട് എത്രത്തോളം ലളിതവും വൃത്തിയുള്ളതുമായിരിക്കുന്നുവോ അത്രത്തോളം സുസ്ഥിരമായ ഒരു മനസ്സ് നമുക്ക് ലഭിക്കും. സമയം കിട്ടുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടൊന്ന് പരിശോധിക്കൂ. ആവശ്യമില്ലാത്ത ചിന്തകളും സാധനങ്ങളും ഒഴിവാക്കൂ. അത് നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ചെറുതല്ല. നല്ലൊരു ചിന്തയോടെ പുതിയൊരു തുടക്കത്തോടെ നമുക്ക് മുന്നോട്ടു പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ഈ സ്വഭാവത്തെപ്പറ്റിയുമുള്ള കാര്യങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക.